ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാട്ടോ. മനോഹരമായ ഒരു സ്ഥലമാണ്. 20 രൂപ പാസ് എടുത്താൽ മതി. കണ്ട് കേട്ട് വരാം. നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള യാത്രകളൊക്കെ മനോഹരമാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. കൊല്ലത്തിന്റെ തീരപ്രദേശത്തുള്ള 2 ലൈറ്റ് ഹൗസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസുകളിൽ രണ്ടാമത്തെയാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്. 135 അടി ഉയരമുള്ള, അതായത് 41 മീറ്റർ ഉയരമുള്ള കേരളത്തിലെ രണ്ടാമത്തെ വിളക്കുമടമാണിത്. മാത്രമല്ല, ഇത് സ്ഥാപിച്ചത് 1902-ലാണ്. ഇപ്പോൾ ഇത് കൊച്ചിൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പാണ് പരിപാലിക്കുന്നത്. ഈ വിളക്കുമാടം ഇവിടെ നിർമ്മിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു എണ്ണ വിളക്കുള്ള ഒരു ഗോപുരം ഇവിടെ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷമാണ് 1902 തങ്കശ്ശേരിയിൽ ഒരു വിളക്കുമാടം പണി പൂർത്തിയാക്കിയത്. വളരെ ഇടുങ്ങിയതും അതുപോലെ കുത്തനെയുള്ള സ്റ്റെപ്പുകളുമാണ് ഇതിനകത്തുള്ളത്. അല്പം വണ്ണം കൂടുതലുള്ള ആളുകളൊക്കെ കയറി പോകണമെങ്കിലും വളരെ പ്രയാസപ്പെട്ടാണ് ഇതിനകത്ത് കയറി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ താഴെ നിന്ന് തന്നെ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇടുങ്ങിയ കുറേ സ്റ്റെപ്പുകളുള്ള ഭാഗമുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്ന ഇടുങ്ങിയ ഒരു സ്റ്റെപ്പുള്ള ഭാഗമാണ്. ഇതും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി നല്ല അടിപൊളിയാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചിലവഴിക്കാൻ തരുന്ന സമയം 10 മിനിറ്റ് മാത്രമാണ്. അതുപോലെ ക്ലോക്ക് ടവർ അകത്തുണ്ട്. ആ ഭാഗങ്ങളിലൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അനുവദിക്കില്ല. അവിടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നത് കറക്റ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. അതുപോലെ 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങി പോകണം. അവരെ കറക്റ്റായിട്ട് വന്ന് നമ്മളോട് പറയും 10 മിനിറ്റായി ഇറങ്ങി പോയിക്കോളാൻ പറയും. അപ്പോൾ ആ ടൈം കണക്കാക്കി മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോരാൻ ശ്രമിക്കുക. തീരപ്രദേശങ്ങളൊക്കെ കാണാം. നമ്മൾ ഈ കാണുന്ന കടൽപ്പാലത്തിന് സമീപത്തായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തങ്കശ്ശേരി കോട്ടയുടെ ഭാഗങ്ങളായിരുന്നു. അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴതെല്ലാം പൊളിച്ചു മാറ്റി. ഈ സൈഡ് വരുന്ന ഭാഗങ്ങളിലെല്ലാം തങ്കശ്ശേരി കോട്ടയുടെ ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ 1930 ആയപ്പോഴത്തേനും ഈ ടവറിൻ്റെ ഉള്ളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള പല വർഷങ്ങളിൽ ഇതിനു വേണ്ട മെയിൻ്റെനൻസ് പരിപാടി, ജാക്കറ്റിംഗ് കൊത്തുപണികളൊക്കെ സ്ഥാപിച്ച് ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇത് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തത്. തുടർന്ന് 2016 ഇതിൻ്റെ അകത്ത് ഒരു ലിഫ്റ്റ് സ്ഥാപിച്ച് സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് മുകളിൽ എത്തിച്ചേരാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തു. അതുപോലെ ഇപ്പോഴും ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.